നമസ്കാരം. ഒരു ഭർത്താവ് ഭാര്യനെ തല്ലിക്കഴിഞ്ഞാൽ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കാം. പക്ഷേ ഒരു ഭാര്യ ഭർത്താവിനെ തല്ലിക്കഴിഞ്ഞാൽ അത് സാധിക്കുമോ? പുരുഷ കമ്മീഷൻ വേണമോ വേണ്ടയോ? അതാണ് ഇന്നത്തെ എൻ്റെ ചോദ്യം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുരുഷ കമ്മീഷൻ വേണമോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന് സ്ത്രീ കമ്മീഷനും വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തിനാണ് പുരുഷ കമ്മീഷൻ? എന്തിനാണ് വനിതാ കമ്മീഷൻ? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇവിടെ യഥാർത്ഥ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ പ്രശ്നത്തിനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. മുമ്പത്തെ കാലഘട്ടത്തിൽ പുരുഷ മേധാവിത്വമുള്ള ഒരു സൊസൈറ്റിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് വനിതാ കമ്മീഷൻ എന്നുള്ള ആശയം തന്നെ വന്നത്. പക്ഷേ ഇന്നത് അങ്ങനെയല്ല. ഇന്നും പുരുഷനും സ്ത്രീക്കും ഒരേ പ്രാധാന്യമുള്ളൊരു സൊസൈറ്റിയാണിത്. ആ സൊസൈറ്റിയാണ് വളർന്നു വരുന്നത്. കുറച്ച് കാലം കഴിയുമ്പോൾ പുരുഷനും സ്ത്രീയും തമ്മിലുള്ളൊരു ജെൻഡർ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാതാവും. അങ്ങനെയാണ് ആവേണ്ടത്. ആ സമയത്ത് വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞ് സ്ത്രീകളെ ദുർബലപ്പെടുത്തുകയല്ല വേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ബസ്സിലും ട്രെയിനിലും എല്ലായിടത്തും കാണുന്നൊരു പ്രവണതയാണ് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടൊരു സീറ്റ്. സ്ത്രീകൾ അബലകളൊന്നുമല്ല. അവരാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ്, പുരുഷനേക്കാൾ കൂടുതൽ. അവരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞ് സൂക്ഷിക്കുകയല്ല വേണ്ടത്. അവരെ പറക്കാൻ വിടുക. അവരെ സ്വയം സംരക്ഷകരാവും, നമ്മളെയും സംരക്ഷിക്കുന്നവരാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിനാണ് പുരുഷ കമ്മീഷൻ? ഇപ്പോൾ കുറച്ച് നാളുകൊണ്ടായി വാർത്തകളിൽ കേൾക്കുന്നൊരു സംഭവമാണ് പുരുഷ കമ്മീഷൻ വേണം. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ വന്നു. ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് പൊങ്ങി വന്ന സംഭവമാണ് പുരുഷ കമ്മീഷൻ വേണം. ഇവിടെ അതൊന്നും അല്ല വേണ്ടത്. ഈ ഫേക്ക് അലിഗേഷൻസ്, ഫേക്ക് കേസസ്, അതിനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് വ്യാജ പരാതിയാണോ അല്ലാത്തതാണോ എന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി പോലീസുകാർക്ക് വേണം. അത് മനസ്സിലാക്കിയെടുക്കാൻ അതിൻ്റെ തെളിവുകൾ വെച്ചിട്ട് അത് വ്യാജനാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ശിക്ഷ വേണം. വ്യാജ പരാതികൾ കൊടുത്തവർക്കെതിരെ ശിക്ഷ വേണം. അതൊന്ന് പ്രാവർത്തികമായിട്ട് ചെയ്തു നോക്കൂ. ഇതൊക്കെ കുറയും. വ്യാജ പരാതികൾ കുറയും. വ്യാജ പരാതി കൊടുത്തവനെതിരെ കേസെടുക്കുക. ഈ 5 വർഷം ശിക്ഷ അവന് കൊടുത്തു നോക്കൂ. 10 വ്യാജ പരാതി വരുന്നില്ല, അത് 1 കുറയും. ഒരു 2-3 വർഷം കഴിയുമ്പോൾ അത് പരാതികൾ ഇല്ലാതാവും. വ്യാജ പരാതികൾ ഇല്ലാതാവും. അന്വേഷണ ഉദ്യോഗസ്ഥനെ ബേസ് ചെയ്തിരിക്കും ഇതെല്ലാം. ഒരു ഗാർഹിക പീഡനത്തിൻ്റെ പരാതി വന്നു കഴിഞ്ഞാൽ ഒരു പുരുഷനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റാണ് രേഖപ്പെടുത്തുന്നത്. ഉടനെ അടി അറസ്റ്റ്. അത് നിയമം പറയുന്നതല്ല, പോലീസ് തീരുമാനിക്കുന്നതാണ്. ഗാർഹിക ഫിസിക്കൽ അസോൾട്ട് എന്നൊരു കേസും കൂടി ചാർത്തി അറസ്റ്റാണ്. ഇതേ സംഭവം തിരിച്ചാണെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിനെ അടിക്കുക, ഭർത്താവിനെ മർദ്ദിക്കുക, അങ്ങനെയുള്ള സംഭവമാണെങ്കിൽ അതൊരു ജസ്റ്റ് സിവിൽ കേസായിട്ട് പോകും. അത് നമുക്ക് സോൾവ് ചെയ്യാൻ പോകും. നീ ഒരാണല്ലേ, അത് പറഞ്ഞു തീർത്തൂടെ, അങ്ങനെ ഒരു കണ്ടീഷനിലോട്ടാണ് പോവുക. അങ്ങനെയൊന്നും അല്ല വേണ്ടത്. നമുക്കിവിടെ സിറ്റിസൺസ് ആണ് വേണ്ടത്, പുരുഷനും സ്ത്രീയും അല്ല. നിയമം നോക്കേണ്ടത് ജെൻഡർ വൈസ് അല്ല, സിറ്റിസൺ വൈസ് ആണ്. സ്ത്രീക്കും പുരുഷനും ഒരേ നിയമം, അതാണ് വേണ്ടത്. അല്ലാതെ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു നിയമമല്ല. ഇവിടെ വനിതാ കമ്മീഷൻ ഉണ്ട്. വനിതാ കമ്മീഷൻ്റെ അകത്ത് വനിതകൾ മാത്രമേ ഉള്ളൂ. സ്ത്രീകൾ പറയുന്ന പരാതികൾ സത്യമാണോ വ്യാജമാണോ എന്ന് തീരുമാനിക്കാൻ അതിനൊരു കമ്മിറ്റിയാണ് വേണ്ടത്, വനിതാ കമ്മീഷൻ്റെ കമ്മിറ്റി. അതിൻ്റെ അകത്ത് സ്ത്രീയും പുരുഷനും വേണം, എന്നാലേ അത് തീരുമാനിക്കാൻ പറ്റൂ. അതുപോലെ പുരുഷ കമ്മീഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനകത്തും സ്ത്രീയും പുരുഷനും വേണം. ഒരു ഈക്വലൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ അബലകളായ സ്ത്രീകളും ബലവാന്മാരായ പുരുഷന്മാരും അല്ല. അബലകളായ സ്ത്രീകളെ സംരക്ഷിക്കാനായിട്ട് കവചവും കുന്തവും തോക്കും വഴിയായിട്ട് നിൽക്കുന്ന സ്ത്രീ സംഘടനകളും, അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് സിറ്റിസൺസ് ആണ് വേണ്ടത്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ്. പുരുഷ കമ്മീഷൻ വേണമെന്നുള്ളതല്ല, സ്ത്രീ കമ്മീഷനും വേണ്ട എന്നുള്ളതാണ്. പുരുഷനും സ്ത്രീയും തുല്യരാണ്. നമസ്കാരം. ഒരു ഭാര്യ ഭർത്താവിനെ തല്ലിയാൽ ഡൊമസ്റ്റിക് ആക്ട് വഴി ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കാൻ കഴിയുമോ? അതാണ് ഇന്നത്തെ എൻ്റെ ചോദ്യം. ഉത്തരവ് അതിൽ തന്നെ ഉണ്ട്, ഇല്ല. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്, പുരുഷന്മാർക്കില്ല. അപ്പോൾ എൻ്റെ ചോദ്യം പുരുഷ കമ്മീഷൻ വേണോ എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരവ് ഞാൻ തന്നെ പറയാം. എൻ്റെ അഭിപ്രായമാണ് പുരുഷ കമ്മീഷൻ എന്ന് മാത്രമല്ല വനിതാ കമ്മീഷനും വേണ്ട എന്നുള്ളതാണ്. നമുക്ക് വേണ്ടത് ഫേക്ക് അലിഗേഷൻസിനെതിരെ കേസെടുക്കുന്ന ഒരു നിയമവ്യവസ്ഥിതിയാണ്. വ്യാജ പരാതികൾ കാരണം ഒരുപാട് ആൾക്കാരുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത്. അതിനെ കൃത്യമായി വിശകലനം ചെയ്ത് അതിനെതിരെ കേസെടുത്ത് ശിക്ഷകൾ പ്രഖ്യാപിക്കുക. വ്യാജ പരാതികൾ അവസാനിക്കും. കോടതി നോക്കേണ്ടത് ജെൻഡർ അല്ല, നിയമമാണ്, സത്യമാണ്. താങ്ക് യു.